എങ്ങനെ ഉണ്ടായ മോനാണ് ഇത്? വല്ലാതെ ക്ഷണിച്ച് കോലം കെട്ടല്ലോ. മക്കളെ, മക്കൾക്ക് വല്യമ്മ മനസ്സിലായോ? ഈയും വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. മുസ്തഫ, മോനെ, ഇതെന്നാണിത്? ഉമ്മ എന്തായിരുന്നു? എടാ, എന്റെ പുല്ലാന വാപ്പിയാണത്. അതല്ലാണ്. ഇതെന്താണ്? ഏത്? ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ഗൾഫ് കിടന്ന് ഒട്ടത്തിനെ കണ്ട് ഇതിന് മറന്നുപോയോ മോനെ? ഇതാണ് ആന, നമ്മളാന. ഇവിടെ കൂപ്പ് പണിയുണ്ടോ? കൂപ്പല്ല. അല്ല, ഈ അറിഞ്ഞില്ല അതിന് കളിയൊക്കെ? അനക്ക് കത്തിൽ അയച്ചില്ലേനോ? അയച്ചാണ്. ചെറിയൊരു കത്തിനകത്ത് വലിയൊരു ആനിനെ പിടിച്ച അങ്ങോട്ട് അയച്ചാണ് മോനെ. വേണ്ട, ഉണ്ടണ്ട, ഞാൻ പറഞ്ഞോളാം. ഈ അയക്കണ പൈസനും കൊണ്ടേ ഈ വക തോന്നിയാ അവിടെ ചെയ്ത് നടക്കണേ. അതും പോരാഞ്ഞിട്ട് എനിക്ക് ചന്തം പോരാന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ പെൺകുട്ടികളെ നിക്കാ നടക്കുക. എന്താ വാപ്പ കേക്കണേ? ഞാൻ പറഞ്ഞ മുഴുവൻ കേക്കണ്ടേ? അന്റെ പൈസ വന്നത് തീരുന്നവരെ ആ ബ്രോക്കർ കുഞ്ഞാലിനും കൂട്ടി നാട് മുഴുവൻ ചുറ്റടക്കാൻ വാപ്പ. ഇത്ര ചീപ്പാണ് നമ്മളെ വാപ്പാന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. നാളുണ്ടോ നിങ്ങൾക്ക് പൈസ കാലത്ത്? എനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. മുസ്തഫ, എടോ എന്തടോ, ഒന്നും പറയണ്ട. ഒരു സെക്കൻഡ് ഞാൻ വിടക്കൂല. ഈ കാര്യം ഞാൻ ഇതൊരു തീരുമാനമാകാതെ ഞാൻ ആണാണെങ്കിൽ പടിയാൻ കയറില്ല. മോനെ മുസ്തു. ഒരു മുസ്തുല്ല. ഇതൊരു വാപ്പാണിത്. നമ്മളും വരുന്നുണ്ട്. ഈ അങ്ങോട്ട്. ഇത് വാപ്പി മോഹൻ തമ്മിലുള്ള അഭ്യന്തര പ്രശ്നം. തീയേ പെട്ടിയൊക്കെ എന്നെ എടുത്ത് അകത്തോണ്ടേക്ക്. പിന്നെ ഞാൻ വരാതെ ഒരൊറ്റ പെട്ടി പോലും ഇവിടെ തുറന്നു പോരുത്. എന്താക്കാ നാട്ടില് വന്ന ഓളോ ഒരു കച്ചറ. വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്റേലും ഇല്ല. അതല്ലല്ലോ മാധവൻകുട്ടി, നീ എന്നൊന്ന് പറയും. നമ്മള് പാപ്പന്റെ കളി ശരിയാ? എന്താ ഇത് മാത്രല്ല, ഞാനിപ്പോ ഗൾഫിൽ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. വിവരറിഞ്ഞ സ്വന്തക്കാര് ബന്ധുക്കാരൊക്കെ ഇപ്പൊ വീട് നിറയും. പെട്ടി പൊളിച്ചാൽ ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല. കൊടുത്തില്ലേ കുറ്റും. അറിവ് നമുക്കിത് ഫ്രീ തരാന്ന് അവരെ വിചാരേ. അത് മാത്രല്ല, ഈ ബാഗിൽ 2 കുപ്പി സ്കോച്ച് ഉണ്ട്. അത് നമുക്ക് എന്നെ പുറകെ കൊണ്ടായിരിക്കാം. എന്തായാലും അത് നല്ല ഐഡിയ. വേണ്ട വേണ്ട, അവിടെ വെച്ച് നടിക്കാൻ പറ്റില്ല. ഓ, ഇവൻ കുടിക്കുമല്ലോ, അതാണ്. നമുക്ക് ചായക്കട പോയാലോ? നമ്മള് കൊച്ചുകാരണ്ടേ? അല്ല, ഒരു പഴയ വലിവുണ്ട് ഇപ്പൊ. പഴയ വലിവൊക്കെ മാറി. ഇപ്പൊ നല്ല പുതിയ വലിവാ. നീട്ടി വലിക്കണേ. വലിവ ചെയ്യാൻ വേണ്ടി ചൂടുവെള്ളത്തിലൊഴിച്ച് മരുന്ന് പോലെ കുടിച്ചോണ്ടിരിക്കുക. ഞാൻ ഫ്രൂട്ടി. എനിക്കും ഗൾഫിൽ പോകാൻ ഒരു അവസരം കിട്ടിയതാ. അവിടെ എന്റെ ശരീരക്കൂറിന് പറ്റിയതല്ല. ഭയങ്കര തണുപ്പാ. ഗൾഫിലൊക്കെ ഭയങ്കര ചൂടല്ലേ ചേട്ടാ? ഏസിട്ടാലേ അവിടെ ചൂട്. അവിടെ വിമാനത്തിന്റെ അകത്ത് തണുപ്പ്, ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ്, കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ്. എന്തിന് രാത്രി കാർ സീറ്റിൽ എന്താ തണുപ്പ്? അല്ല, ഒരു സ്മോളും കൂടി മതി, ഇല്ലാത്ത ദുശീലങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഒന്ന് വെറുതെ എഴുതണം. ഇവൻ ആരാന്നാ നിന്റെ വിചാരം? ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കി കൂടെ പോവിടാൻ പഠിപ്പിച്ച എന്റെ ആശാനാ മുസ്തഫ. ഇവിടെ ഇപ്പോഴും വലിവിനൊരു കുറവില്ലല്ലോ. ഞാൻ ഒഴിച്ചുതരാം. എന്താ നിനക്കും വേണോ? അയ്യോ, ഇത് ഫ്രൂട്ടി അല്ലല്ലേ? സ്മോൾ ഒഴിച്ചാട്ടെ. സ്മോൾ 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 സ്മോൾ. ഓക്കെ. അല്ല, നീ ഇതിലെവിടെ വെള്ളം ഒഴിക്ക? അല്ലെങ്കിൽ അറബിക്കാര് വെള്ളം ഒഴിച്ചിട്ടാ?